ദേവാമൃതം ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ഇടവമാസം 8-ാം തീയതി, അതായത് 2017 മെയ് മാസം 22-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 10 നാഴിക ഉത്രട്ടാതിയും ബാക്കി രേവതിയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് ഈ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം, ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് വ്യക്തമായി നമുക്ക് അറിയാൻ സാധിക്കും. ഒപ്പം ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി അറിവുകൾ പകർന്നു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമാജി, ദുബായിൽ നിന്നും ബിനോജ് എഴുതുന്നു. ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ 8 വർഷമായി ജോലി ചെയ്യുന്നു. ജോലിയിൽ ഇതുവരെയും ഒരു പുരോഗതിയില്ല, ശമ്പള വർധന ഉണ്ടാകുന്നില്ല. ഈ ജോലി തുടർന്നാൽ പ്രയോജനം ഉണ്ടാകുമോ? നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ജോലിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ പറ്റി എന്നൊക്കെയുള്ള പൊതുവായ അവസ്ഥകൾ ചിന്തിക്കുന്നത് ലഗ്നാൽ 10-ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ നിൽപ്പോ, ലഗ്നാൽ 10-ാം ഭാവത്തിലെ ഗ്രഹങ്ങളെ മറ്റ് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ 10-ാം ഭാവാധിപൻ്റെ ഡിഗ്രി ബലത്തിലോ ആണ്. ഇവിടെ 10-ാം ഭാവാധിപൻ ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് നിൽക്കുന്നത്. ഇതല്ല ഏത് തൊഴിൽ ചെയ്തിരുന്നാലും ആ തൊഴിലിനെ അടിസ്ഥാനമാക്കി നിൽക്കുന്ന ഗ്രഹം ശനിയാണ്. അപ്പോൾ ഇത് മാറി വേറെ എടുത്തിരുന്നാലും ഇദ്ദേഹം ചെയ്യുന്ന തൊഴിൽ ശനി ഗ്രഹം വിഭാവനം ചെയ്യുന്ന ആ തൊഴിലായിരിക്കും ചെയ്യുന്നത്. ആ വിഭാവനം ചെയ്യുന്ന ഗ്രഹമാവട്ടെ 15 ഡിഗ്രിയിൽ, അതായത് ശനിഗ്രഹം സൂര്യഗ്രഹവുമായി 15 ഡിഗ്രിയിൽ നിൽക്കുന്ന ആ ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം എന്നർത്ഥം. അങ്ങനെ 15 ഡിഗ്രിയിൽ ചെന്ന് നിൽക്കുമ്പോൾ സൂര്യൻ്റെ പ്രഭാവത്തിൽ ശനിഗ്രഹം വീക്കാവുന്നു. അങ്ങനെ വീക്കാവുമ്പോൾ അതിനെ മൗഢ്യം എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയും. അതാണ് ജാതക നിലയിൽ ചില ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട് എന്ന് ജാതകം തുറക്കുമ്പോഴേ എഴുതുന്നത്. ഏത് ഗ്രഹം മൗഢ്യമാവുന്നോ ആ ഗ്രഹത്തിൻ്റെ ശക്തി കുറയും. ആ വ്യക്തി ആ ചെയ്യുന്ന തൊഴിലിലും അതിൻ്റെതായ മൗഢ്യത ഉണ്ടാവും. അതായത് അതിമൗഢ്യം, അതുപോലെ തന്നെ ഉച്ചം, അത്യുച്ചം എന്നൊക്കെ പറയുന്ന പോലെ അതീവ മൗഢ്യത്തിൽ നിന്ന് കഴിഞ്ഞെന്നാൽ ഏതെല്ലാം തൊഴിലുകൾ ചെയ്തിരുന്നാൽ തന്നെയും ഒരു ദിവസം തന്നെ പല തൊഴിലുകൾ ചെയ്തിരുന്നാലും ചെയ്യുന്ന ഏത് തൊഴിലുകളിലും മേൽഗതിയും അഭിവൃദ്ധിയും ഐശ്വര്യവും നീക്കിയിരിപ്പും സമ്പാദ്യവും ആ തൊഴിൽ കണ്ടുകൊണ്ട് നമുക്ക് മറ്റൊരു പദ്ധതി ചെയ്യാൻ അല്ലെ സമ്പാദിക്കാൻ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കൂലിപ്പണി മുതൽ അങ്ങ് ഭരണതന്ത്രം വരെയുള്ള ഏത് തൊഴിൽ ചെയ്തിരുന്നാലും ആ തൊഴിലിൽ ആ 10-ാം ഭാവത്തിൽ മൗഢ്യതയുണ്ടെങ്കിൽ അതിൽ അവർക്ക് കുറച്ചിലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം 10-ാം ഭാവം ദുർബലമാണ്, മൗഢ്യമാണ്. ആയതിനാലാണ് ഇദ്ദേഹത്തിന് ശമ്പള വർധനവും വളർച്ചയും നീക്കിയിരിപ്പും ഒന്നും ഉണ്ടാവാത്തത്. ഇനി ഇതിന്ന് മാറിക്കഴിഞ്ഞെന്നാൽ തന്നെ അതും ഇതുപോലെ തന്നെ ചെയ്യുന്ന ഒരു തൊഴിൽ തന്നെയല്ലേ, അവിടെയും മൗഢ്യത വരാമല്ലോ. ആയതിനാൽ ഉള്ള തൊഴിൽ അഭിവൃദ്ധിപ്പെടാൻ, പരമാവധി പവർഫുള്ളാവാൻ അവനവൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് ശനി മൗഢ്യമായിരിക്കുന്നത് കൊണ്ട് ശനി ഗ്രഹത്തെ പുഷ്ടിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക. ശനീശ്വര പത്മമിട്ട് മിനിമം ഒരു 18 ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ശനിദേവനെ ശനിപത്മത്തിൽ ആവാഹിച്ച് പല എപ്പിസോഡുകളിലായി പറഞ്ഞ പോലെ ജലഗന്ധ പുഷ്പ ധൂപദീപ നൈവേദ്യ അർപ്പിതമായിട്ട് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനി സ്തോത്രങ്ങൾ കൊണ്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം മുതലായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഒരു 108 രൂപ വീതം ഡെയിലി അർച്ചനകൾ നടത്തുകയും
നിരാഞ്ജനം വഴിപാടുകൾ ശനിദേവന് ശനിയാഴ്ചകൾ തോറും നടത്തി വരികയും ഒരു 4 ക്യാരറ്റ് ഫസ്റ്റ് ക്വാളിറ്റി പുരുഷരത്നം ഇന്ദ്രനീലം എന്ന രത്നം സ്ഥിരമായി വലത്തെ നടുവിരലിൽ ധരിച്ചു വരികയും ചെയ്യുക, വെള്ളിയിൽ കെട്ടി. കഴിവതും ഒരു പ്രധാനപ്പെട്ട സംഗതികൾക്കും ജോലിക്കുമൊക്കെ പോകുമ്പോൾ ഒരു നീല കർച്ചീഫ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. നീലയുമായി ബന്ധപ്പെട്ട കളർ വണ്ടി, ഓഫീസ്, മറ്റുള്ള ജംഗമങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിവതും നീല നിറത്തിൽ ആക്കുന്നതും നീല കളർ ഉപയോഗിക്കുന്നതും. 8 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അക്കങ്ങളോ ഒക്കെയായി ബന്ധപ്പെടുന്നതും പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരുമായിട്ടുള്ള സകലവിധ ചങ്ങാത്തങ്ങളും എല്ലാം ഭാഗ്യകരമായി തീരുന്നതാണ്. 2017 സെപ്റ്റംബർ മധ്യം കഴിഞ്ഞ് 2018 സെപ്റ്റംബർ മധ്യത്തോടു കൂടി തൊഴിലിൽ അഭിവൃദ്ധിക്കുള്ള എല്ലാ യോഗങ്ങളും തെളിഞ്ഞു വരും. ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രതിവിധികളും ചെയ്തു നോക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.